നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുൻ്റെ മൃതദേഹം 71-ാം ദിവസം കണ്ടെത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ചിലതൊക്കെ പറയാതെ വയ്യ. ഇപ്പോൾ MK രാഘവൻ MP ആണ്, UDF MP ആണ്. അദ്ദേഹം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് റിപ്പോർട്ടർ ചാനലിൽ കണ്ടു. അതായത് അർജുനെ കണ്ടെത്തിയതിൽ കർണാടക സർക്കാർ കാണിച്ച കമ്മിറ്റ്മെൻറ്റ്സിന് സംസ്ഥാന സർക്കാർ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ്, അവരെ ആശംസിക്കുകയാണ് വേണ്ടതെന്ന മട്ടിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത് മുതൽ ഉള്ള സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഉടനീളം എന്താണ് കാണാൻ കഴിയുന്നത്? കർണാടക സർക്കാരിൻ്റെ വലിയ വീഴ്ചയും അനാസ്ഥയും നിരുത്തരവാദപരമായ സമീപനവുമല്ലേ? അങ്കോല പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായെന്നും ആ മണ്ണിടിച്ചിലിൽ മലയാളിയായ അർജുനെ കാണാതായെന്നും കുടുംബം പരാതിപ്പെട്ടപ്പോൾ എന്ത് നടപടിയാണ് കർണാടക സർക്കാർ സ്വീകരിച്ചത്? അവിടെ ആ മണ്ണ് നീക്കണം, പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? എത്ര ദിവസം വൈകിയാണ് അങ്ങോട്ടേക്ക് സിദ്ധരാമയ്യ കാലെടുത്ത് കുത്തുന്നത്? 6-ാം ദിവസമല്ലേ? ആ 6 ദിവസവും ആ മണ്ണിലേക്ക്, ഷിരൂരിൻ്റെ മണ്ണിലേക്ക് ഏതെങ്കിലും ജനപ്രതിനിധി എത്തിയതായിട്ട് നിങ്ങൾ കണ്ടോ? ആരും എത്തിയില്ലെന്നേ. അവിടുത്തെ MPയോ MLAയോ ആരും തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ സംസ്ഥാനം വലിയ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെ അങ്ങോട്ടേക്ക് അവിടുത്തെ കാർവാർ MP സതീഷ് സൈൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ അവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ അത് വേറൊന്നും കൊണ്ടല്ല, സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുകയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്ന കാഴ്ച നമ്മൾ കാണുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സംഭാവന കൂടി പറയാതെ വയ്യ. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവരൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന DK ആണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി. DK ശിവകുമാറിൻ്റെ അടുത്ത് സംസാരിച്ച്, അല്ലെങ്കിൽ സിദ്ധരാമയ്യയുടെ അടുത്ത് സംസാരിച്ച് കുറച്ചുകൂടി വേഗത്തിൽ അർജുനെ കണ്ടെത്താനുള്ള പല പരിശ്രമങ്ങളും നടത്താമായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP ആയിരുന്ന സ്ഥിതിക്ക് അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, രാഹുൽ ഗാന്ധി പോലും ഈ വിഷയത്തിൽ വലിയൊരു ഇടപെടൽ നടത്തിയില്ല. ഈ വിഷയത്തിലും ദുരന്തത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. VD സതീശനൊക്കെ എന്താണ് പറഞ്ഞത്? ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി കർണാടക സർക്കാരിന് അനാസ്ഥ സംഭവിച്ചു എന്ന് പറയുമ്പോൾ കർണാടക സർക്കാരിന് വീഴ്ച സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് അർജുനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടല്ല സതീശൻ ആദ്യം സ്വീകരിച്ചത് കർണാടകയ്ക്കൊപ്പം നിൽക്കുന്ന, അവരെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതുമാണ്. അവസാനം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വന്നു. അങ്ങോട്ടേക്ക് നിരവധി സന്നദ്ധ പ്രവർത്തകർ, മലയാളികളായിട്ടുള്ള ഒത്തിരി സന്നദ്ധ പ്രവർത്തകർ വരാമെന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ആ മണ്ണ് നീക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ആ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ, ആ ദുരന്ത ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ എന്ത് നിലപാടാണ് കർണാടക സർക്കാർ സ്വീകരിച്ചത്? അവരെ ആട്ടി ഓടിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? മാധ്യമങ്ങളെ ആട്ടി ഓടിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലേ? അവിടെ ആ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിനെ കാർവാറിലെ SP വലിയ രീതിയിൽ തന്നെ ആക്രോശിച്ചുകൊണ്ട് അയാളെ കൈയേറ്റം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടില്ലേ? അപ്പോൾ എല്ലാ രീതിയിലും നോക്കിയാൽ 71 ദിവസം വരെ ഇത് വൈകിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാർ കർണാടക സർക്കാരാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നമ്മുടെ ഇവിടെ ഒരു വലിയ മഹാദുരന്തമുണ്ടായിരുന്നു. ആ ദുരന്തത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉണർന്ന് പ്രവർത്തിച്ചത്? രാഷ്ട്രീയം പോലും നോക്കാതെ ഒറ്റക്കെട്ടായി നമ്മൾക്ക് എത്രയധികം ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, എത്ര വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. എന്തുകൊണ്ട് കർണാടകയ്ക്ക് അത് സാധിക്കുന്നില്ല? കർണാടകയിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ അർജുനെ കാണാതായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ശബ്ദമുയർത്തുമ്പോൾ, വലിയ വാർത്തയാകുമ്പോൾ, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ മാത്രം ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാരാണ് അതെന്ന് അതിൽ നിന്നും നമ്മൾ പഠിച്ചതാണ്. എന്താണ് അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്? ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നിരന്തരം സംഭവിക്കാറുണ്ട്, പക്ഷേ എന്നിട്ട് എന്താണ് സർക്കാർ ചെയ്യാറ്? മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞത് കർണാടകയിലുള്ള ആളുകൾ തന്നെയാണ്. അതായത് കർണാടകക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് വായ മൂടിക്കെട്ടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അർജുനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി എന്ന് മാധ്യമങ്ങളോട് പറയുന്ന സിദ്ധരാമയ്യൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും വളരെ വൈകിച്ചു എന്നത് മാത്രമല്ല,
വളരെ മോശം ഒരു രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് കർണാടക സർക്കാർ നടത്തിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തീർത്തപ്പോൾ മാത്രം അതിശക്തമായി തിരയാൻ ആ മണ്ണിലേക്ക് ഇറങ്ങി കർണാടക സർക്കാർ എന്ന് തന്നെ വേണം പറയാൻ. സ്നേഹത്തിന്റെ കടയാണ് കർണാടകയിൽ തുറന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ വലിയ രീതിയിൽ ആശ്വസിച്ചിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അവിടെ തുറന്നത് സ്നേഹത്തിന്റെ കടയല്ലായത്, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ കണ്ടൊരു പ്രശ്നം വന്നപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്. ഇനി മാധ്യമങ്ങളെക്കുറിച്ച് പറയാതെ വയ്യ. മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലും ഭയങ്കരം തന്നെയാണ് കേട്ടോ, ഭീകരമായിരുന്നു. അർജുനെ കാണാതായത് മുതൽ ചില ചാനലുകളൊക്കെ പരസ്യം പോലും വേണ്ടെന്ന് വെച്ച് അന്തിചർച്ചകളും അല്ലാത്ത ചർച്ചകളും ഒക്കെ നടത്തി. റിട്ടയർഡ് പല ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്ന അഭ്യൂഹങ്ങളുടെ പേരിൽ ഇവിടെ ഉണ്ടാകും അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കുറേ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി കുറേ കലാപരിപാടികളൊക്കെ നടത്തി. നാടകീയമായ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന കാഴ്ചയൊക്കെ കണ്ടു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ പല രീതിയിലുള്ള പല അഭിനയങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടിയത് അർജുനോടുള്ള അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ടല്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായി. അർജുൻ്റെ പേരും പറഞ്ഞ് റേറ്റിംഗ് ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ഒരു ദുരന്തത്തെ വിറ്റ് പുട്ടടിച്ച് എങ്ങനെ റേറ്റിംഗിൽ ഒന്നാമതെത്താൻ കഴിയും, മറ്റുള്ള മാധ്യമങ്ങളെ എങ്ങനെ പിന്നിലാക്കാൻ കഴിയും എന്നൊക്കെ ആലോചിച്ച് മാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു പൊരിഞ്ഞടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അതായത് ആ കുടുംബം അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ കിട്ടുന്നതെന്തും അർജുൻ്റെ വണ്ടി, കാണുന്നതെന്തും അർജുൻ എന്ന മട്ടിലായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തത്. ഒരു അസ്ഥി കിട്ടിയപ്പോൾ അത് അർജുൻ്റെ അസ്ഥിയാണെന്ന് പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ വരെ നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ഒരു കുടുംബം അവിടെ ഇരിപ്പുണ്ട് എന്ന ചിന്ത പോലും ഇവറ്റങ്ങൾക്കില്ല എന്നത് എടുത്തു പറയട്ടെ. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇടയിൽ നിന്നുണ്ടായ ഇവരുടെ വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ മൂലം, ചില അവരുടെ ഭാഗത്തുണ്ടായ ചില ഇടപെടലുകൾ മൂലം കർണാടക സർക്കാരിനെയും വല്ലാത്ത രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തുമേതുമൊക്കെ വാർത്ത ചെയ്യുകയാണ്, ആദ്യം കൊടുക്കുക, ഒന്നാമതാകുക എന്ന ലക്ഷ്യം വെച്ച്. അതിന് എത്രത്തോളം സത്യമുണ്ട്, വസ്തുതയുണ്ട്, ഇതിലേക്കൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പോകുന്നില്ല. അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, അവർക്കിങ്ങനെ പച്ചക്കള്ളങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ തന്നെ അർജുൻ്റെ ആ വാഹനം കിട്ടിയപ്പോൾ എന്താണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? നമുക്കാദ്യം അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനും കടിപിടി കൂടുകയാണ്. ഈ ലോറിയുടെ ഭാഗം കണ്ടെത്തിയപ്പോൾ മനാഫിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇത് തന്നെയാണോ ലോറി? മനാഫ് പറയാണ് അതെ. അപ്പോൾ വീണ്ടും വീണ്ടും മനാഫിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് നമുക്കതിൽ കാണാം. ഇനി ഇവർ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അർജുൻ്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ആ അർജുൻ്റെ മൃതശരീരത്തിന് മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന ഈ അമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും സഹോദരിയുടെയും ആ പിഞ്ചു കുഞ്ഞിൻ്റെയും ഒക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കും. പറ്റുവാണെങ്കിൽ ഒരു ബൈറ്റ് എടുക്കാൻ ശ്രമം നടത്തും. ഇതിനെയൊക്കെ തെമ്മാടിത്തരമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കണ്ടോ, ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതും ടെലികാസ്റ്റ് ചെയ്ത് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ ഒന്നാമതാകാം എന്നൊരു ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ ഒന്നുമില്ല. അത് ഉറപ്പിച്ച് പറയാൻ കഴിയാവുന്നൊരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ. മനാഫ് എന്ന് പറയുന്ന ആ ഡ്രൈവർ, അദ്ദേഹം കാണിച്ച ഒരു കമ്മിറ്റ്മെൻറ്റ്സ്, അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. നിരവധി സോഷ്യൽ മീഡിയയിൽ കടന്നാക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടു. എങ്ങനെ നേരിട്ടു? ഈ മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു സൈബർ ആക്രമണത്തിന് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇയാളെ കൊണ്ടുപോയി എത്തിച്ചു. കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം നിരന്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പല രീതിയിൽ പല ആളുകൾ വളച്ചൊടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി മാറി. അങ്ങനെ മനാഫിനെ നിരന്തരം പലരും അറ്റാക്ക് ചെയ്യുന്നു. മനാഫിന് അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ലോറി കിട്ടാൻ വേണ്ടിയാണ് എന്ന രീതിയിലേക്ക് വരെ വരുത്തി തീർക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരന്തരം അയാളെ പല ആളുകളുമൊക്കെ പല മോശമായി അദ്ദേഹത്തെ ഇത് ചെയ്യുന്ന സാഹചര്യമൊക്കെ കണ്ടു, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യമൊക്കെ കണ്ടു. പക്ഷേ ആ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് ആ പറയുന്ന അർജുനെ കിട്ടുന്നത് വരെ, അത് ജീവനോടെയോ അല്ലാതെയോ കിട്ടുന്നവരെ അദ്ദേഹം അവിടെ നിലയുറച്ച് നിന്നു എന്നുള്ളതാണ്. അതിനിടയിൽ എത്രയോ മഴകൾ പെയ്തു, എത്രയോ വലിയ പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നു, അയാൾ പോരാടി. എന്തായാലും ഈ ഒരു അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ വലിയൊരു ഭാഗമായി മനാഫ് മാറി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജിതിനെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, ജിതിനൊക്കെ എന്തായാലും അത് വേണം, അത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ഒരു നല്ലൊരു കൂട്ടുകാരനെ നമ്മൾ മനാഫിലൂടെ കാണുകയാണ്. അർജുൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനാഫിനെ പറയാം. സത്യത്തിൽ
മനാഫ് ഒരു അത്ഭുതം തന്നെയാണ്. എത്രയൊക്കെ കല്ലെറിഞ്ഞു, എത്ര ആളുകളൊക്കെ പരിഹസിച്ചു, എന്നിട്ടും അയാൾ എങ്ങും പോകാതെ അവിടെ തന്നെ നിലയുറച്ചു നിന്നു. മനാഫിനാണ് ഒരു ബിഗ് സല്യൂട്ട്. മനാഫെ, നിങ്ങളാണ് നല്ലൊരു കൂട്ടുകാരൻ. മനാഫെ, നിങ്ങളെ ഈ നാട് ഒരിക്കലും മറക്കില്ല. മനാഫെ, നിങ്ങളെ ആ കുടുംബം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.